മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൂലുകെട്ടും സന്തോഷവുമായിട്ട് വലിയൊരു ആഘോഷം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനന്തുവിന്റെയും ലേഖയുടെയും വീട്ടിൽ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതേ സമയം പ്രതാപനെയും മുത്തശ്ശിയെയും ഞെട്ടിച്ചുകൊണ്ടാണ് കരുണയുടെ ഫോൺ കോൾ വരുന്നത്. അവൾക്ക് മാത്രം എപ്പോഴും സന്തോഷം. ഇതുപോലെ ഒരു ജന്മം എനിക്ക് വേണ്ടായിരുന്നു. എപ്പോഴും കരയാനും ഒരു എച്ചിൽ പട്ടിയെ പോലെ ജീവിക്കാനുമാണ് എന്റെ ഗതികേട്. എനിക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടാക്കി തന്നില്ലെങ്കിൽ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ ഒരാളേ ഉള്ളൂ നിങ്ങൾക്ക്. ആ എന്നെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശിയും പ്രതാപനും ആകെ വല്ലാതെയാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. പ്രതാപനും അതിന് തീരുമാനിക്കുന്നു. അങ്ങനെ മുത്തശ്ശി ഒരു വാണിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാർക്കോയുടെ മുഖം ഓർത്തോളണം എന്നൊക്കെ. ശേഷം കണ്ണനും അനന്തവും സാഗറും ചേർന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, അതായത് ഞങ്ങളെ കൊല്ലാനോ കുഞ്ഞിനെ തൊടാനോ നോക്കിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. അത് ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റവും. ഇനി അവർക്ക് ആർക്കും ഒരു ഇളവും കൊടുക്കുന്നില്ല എന്നൊക്കെ കണ്ണൻ തീർത്തും പറയണം. അത് തന്നെയാണ് കണ്ണ വേണ്ടത്. ഇനി ക്ഷമിച്ചാൽ ശരിയാവില്ല. അവരെല്ലാം അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുമെന്നൊക്കെ പറയണം. അങ്ങനെ പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ എന്താപ്പ ചെയ്യ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കണ്ടേ, ആ നൂലുകെട്ടങ്ങ് മുടക്കണ്ടേ? പ്രതാപൻ ഒരു വഴി കണ്ടെത്തുകയാണ്. അതായത് ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്ന മഹാലക്ഷ്മിക്കും അതുപോലെ കണ്ണനും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാനാണ് പ്രതാപൻ തീരുമാനിക്കുന്നത്. ഒരു ഗുണ്ടയെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അയാൾ ഒരു സിദ്ധയായിട്ടുള്ള ഒരു സന്യാസിയുടെ വേഷത്തിൽ ആ നൂലുകെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെ വെച്ച് കുഞ്ഞിനെ വിഷം കലർത്തിയ ആ ഒരു ഭസ്മം നെറ്റിയിൽ തൊടിയിക്കുക. അങ്ങനെ പല പ്ലാനിങ്ങുകളാണ് പ്രതാപനും മുത്തശ്ശിയും കൂടി നടത്തുന്നത്. അങ്ങനെ അയാളാണെങ്കിൽ വരുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ നൂലുകെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ആ ഒരു കള്ള സന്യാസി കയറി വരികയാണ്. തുടർന്ന് മഹാലക്ഷ്മിയും കണ്ണനെയും കരുതുന്നത് വിഷപ്പായസം കുടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് മാറ്റി വെക്കപ്പെട്ട ഈ ഒരു അവസരത്തെ കുറിച്ചാണ് ഓർക്കുന്നത്. അവരാണെങ്കിൽ ആ സന്യാസിയെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിന്റെ നൂലുകെട്ട് അയാൾക്ക് മടിയിൽ വെച്ച് തന്നെ നടത്താനായിട്ട് തീരുമാനിക്കുന്നു. സന്യാസി പറയുന്നുണ്ട്, ഐശ്വര്യമായിട്ട് കുഞ്ഞിനെ എന്റെ മടിയിൽ വെച്ച് തന്നോളൂ എന്ന്. ശേഷം അയാളുടെ സഞ്ചിയിലുള്ള ആ ഭസ്മപ്പൊതി എടുത്ത് കുഞ്ഞിന്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ പൊട്ടൻ അറിയുന്നില്ല കുഞ്ഞിന് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കില്ല എന്നും ആ കുഞ്ഞിനൊന്നും തൊട്ടു നോവിക്കാൻ പോലും കഴിയില്ല എന്നും ദൈവത്തിന്റെ കുഞ്ഞാണെന്നും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സന്യാസിയാണെങ്കിൽ ഇതോട് കൂടിയിട്ട് ആ കുഞ്ഞിന്റെ ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപനെയും മുത്തശ്ശിയെയും അറിയിക്കുകയാണ് കാര്യങ്ങൾ. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും ആവട്ടെ പറയുന്നുണ്ട്, ഇതുപോലെ ഓരോന്നും ഒപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴാ വിജയം നമുക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അമ്മേ. തിരിച്ചടികൾ പ്രതീക്ഷിച്ച് ഭയന്ന് മാറുന്നത് ശരിയാവില്ല. നമ്മുടെ കുഞ്ഞിന്റെ കണ്ണീര് കാണേണ്ടി വരും. നമ്മൾ ജീവിക്കുന്നതേ അവൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയാണ്. പക്ഷെ തിരിച്ചടി ശരിക്കും ആർക്കാ വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ബൈ.